അമ്മ ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ഇത്തിരി ബീഫ് കൊലത്താന്ന് വിചാരിച്ചു, ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു. ഇത് 1 കിലോ ബീഫുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതൊന്ന് വേവിച്ചു. പിന്നെ അമ്മ വിചാരിച്ച ചീനിച്ചട്ടിയൊക്കെ എടുത്ത് കഴുകാനൊക്കെ പാട് ഇതാകുമ്പോൾ അടച്ച് വെക്കാനുണ്ട്. അപ്പം ഞാൻ ആ കുക്കറിലുണ്ട്, വേറൊരു കുക്കറിലിട്ട് അപ്പം ഞാൻ ഇന്നത്തെ ചെറിയ ഉള്ളി എടുത്ത് കുറച്ച് മതി. നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇടരുത്, അതിൻ്റെ ഫ്ലേവർ അല്ല, നമുക്ക് ബീഫിൻ്റെ ഫ്ലേവർ അല്ലേ കൂടുതൽ കിട്ടണ്ടേ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചിയും ഈ വെളുത്തുള്ളി ഉണ്ടോ, ഇതിൻ്റെ ഒരു 3-4 വെളുത്തുള്ളി വേണ്ട. പിന്നെ 2 എണ്ണം ചെറുതായതുകൊണ്ട് ഇത്ര എടുത്തത് വെളുത്തുള്ളി. പിന്നെ ഞാൻ ഈ ഉള്ളിത്തുള്ളിയൊന്നും കളയത്തില്ല, എന്നാൽ ഇത് നമുക്ക് വളമായിട്ടേ പച്ചക്കറികൾക്ക് നല്ല വളമാണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പേപ്പറും ശർക്കരയും പഴയ ചോറും ഒക്കെ ഇട്ട് വെച്ചാൽ നമ്മുടെ ചെടിയിലേക്കൊക്കെ ഇടാനും പച്ചക്കറികൾക്കൊക്കെ ഇടാനും നല്ല വളമാണ്. നമ്മുടെ ചീനിച്ചട്ടിക്ക് പകരം എന്ത് ചെയ്തു, കുക്കറാണ് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, അതിൽ വെള്ളം പോകണല്ലേ, പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തോട്ട് വയ്ക്കും. കുറച്ച് വെളിച്ചെണ്ണ, ഒന്നും അധികം ആവരുത്. നമുക്ക് ഒന്നാമതേ ബീഫ് കൊളസ്ട്രോൾ ഉണ്ടാവും, അപ്പം വെളിച്ചെണ്ണയും കൂടെ ആകുമ്പം കൊളസ്ട്രോൾ അധികം. കുറച്ച് വെളിച്ചെണ്ണ, അതങ്ങോട്ട് ചൂടാവട്ടെ. എനിക്ക് കുറച്ച് കടുക് ഇങ്ങോട്ടിടാം. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ഇട്ട് നല്ലപോലെ വഴഞ്ഞത് നമുക്ക് ബീഫിനൊക്കെ ഉള്ളി കടിക്കണം. അവിടെ കോട്ടയംകാർക്ക് പ്രധാനം ഉള്ളി ഒന്ന് കടിക്കണം, അതാണ് അവിടെ രീതി. അതിനകത്ത് കുറച്ച് ഇഞ്ചി, എൻ്റെ മോക്കാണ് ഇഞ്ചി കടിക്കണം, ഇച്ചിരി വലുപ്പത്തിലൊക്കെ ഇഞ്ചിയും പച്ചമുളക് ഈ കരിയാപ്പിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നട്ടു വളർത്തിയ കരിയാപ്പിലയാണ്. കരിയാപ്പില എത്ര ഇട്ടാലും നല്ലതാണ്, അത് തണ്ടും കളയരുത്. ഒന്ന് വരണ്ട് പറ്റും, വരണ്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് ഒന്ന് വാടി വരണം. നമുക്ക് തീരെ വെന്ത് പോകരുത്, അപ്പോൾ കടിക്കത്തില്ല. ഒന്ന് വാടി വരട്ടെ. അപ്പം ഇത് വാടിയിട്ടുണ്ട്, എൻ്റെ കണക്കായിട്ടുണ്ട്. ഇതിനൊരു എൻ്റെ രീതിക്ക് ഒരു ചെറിയ സ്മെല്ല്, അതാണ് എൻ്റെ കണക്ക്. ആ കാരണം പിന്നെ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. എന്നാൽ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത, മസാലപ്പൊടി ഇടുമെങ്കിലും ഞാൻ അതിനകത്ത് കുറച്ച് ഈ പെരുംജീരകം, പൊടിക്കാത്ത പെരുംജീരകം കുറച്ചിടും. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടിക്കുന്ന നല്ലതാണ്. പിന്നെ എനിക്ക് ഇടാനുള്ളത് ഞാൻ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, അതൊന്ന് ഇളക്കിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീയത്തിലൊന്ന് കുറയ്ക്കാം. എന്നുവെച്ചാൽ അതൊക്കെ കരിഞ്ഞു പോകും, കളർ മാറിപ്പോകും. എൻ്റെ ഭർത്താവിനാണെങ്കിൽ കളർ വളരെ പ്രധാനമാണ്, കളറൊക്കെ വളരെ നോക്കുന്ന ആളാണ്. അവിയൽ വെച്ചാൽ കൊന്നപ്പൂവിൻ്റെ കളറാവണം, പരിപ്പ് കറിക്ക് കൊന്നപ്പൂവിൻ്റെ ഇത് മുളക് പൊടിയാണ്, കാശ്മീരി അല്ല. ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം.
കോട്ടയംകാർക്ക് ഇച്ചിരി എരിവ് വേണം. കോട്ടയംകാർക്ക് അങ്ങനെയാണ്. 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടു. അതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു. എണ്ണ വളരെ കുറച്ച് മതി. ഓൾറെഡി ഈ ബീഫിനൊക്കെ അതിന് നീക്കൊക്കെ ഉള്ളതാണ്. ആ മുളക് പൊടിയുടെയും മല്ലിയുടെയും ഒരു കുത്തൊക്കെ ഒന്ന് മാറി ആ ഉള്ളിയോടൊക്കെ അങ്ങ് യോജിച്ച്, ഉള്ളി അങ്ങ് വാടാൻ പാടുള്ളൂ, നല്ല കടിക്കുള്ളൂ. പിന്നെ കൂടെ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ നന്നായിരിക്കും. ഞാനിട്ടില്ല തേങ്ങ, മുഴുവൻ തേങ്ങയായിട്ടില്ല, ചുരണ്ടിയതായിട്ട് ഇടാൻ ഇട്ടില്ല. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ തേങ്ങാക്കൊത്തിട്ട് ബീഫ് ഫ്രൈ ആക്കി തരാം. അപ്പം ഇത്രയും കളറേ വരാൻ പാടുള്ളൂ. നമ്മുടെ മസാലയും എല്ലാം കൂടെ കണ്ടോ, എണ്ണയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചത് ഈ ബീഫ് 10 വിസിലോളം ഞാൻ ഇട്ടു. നല്ല പഞ്ഞി പോലെ, അത് കണ്ടോ, നല്ല പഞ്ഞി പോലെ അങ്ങ് വെന്തു. അപ്പം ആദ്യം അതിൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കണം. ബീഫ് ഇടും മുന്നേ നമ്മൾ എത്ര വെള്ളം കുറച്ച് വെച്ചാലും അതിൽ കുറച്ച് വെള്ളം കാണും. അപ്പം ആ വെള്ളം ഈ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് എടുക്കാൻ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ ഈ മുളക് പൊടി എല്ലാം കൂടി ഇട്ടാൽ വെള്ളം, ബീഫ് വെന്ത വെള്ളവും കൂടി ഇട്ടാൽ ഉള്ളിയൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ബീഫ് കൊടുത്ത് ഇടണം. ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ്. നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഉപ്പ് പോലെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇടാം. നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ കറക്റ്റാണ്, മുളക് പൊടിയൊക്കെ കറക്റ്റാണ്. പച്ചമുളകും ഇത് ഈ കുക്കറിലോട്ട് ഈ ഇറച്ചിയുടെ കൂടി പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ആ ഉള്ളിയെല്ലാം അങ്ങ് വെന്ത് അഴിഞ്ഞു. പിന്നെ ഈ ബീഫിന് ചിലവർ കുറേ ഉള്ളികളൊക്കെ ചേർക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ കടുക് വറുക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഇനി അതങ്ങോട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, കുറച്ച് വെള്ളമുണ്ട്, വറ്റിക്കോട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി ഇത് മസാല ഞങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ്. എൻ്റെ ഭർത്താവ് പൊടിക്കുന്നത് ആൾക്ക് വലിയ ഇഷ്ടം. ഇതിൻ്റെ മസാല ഒരു പാക്കറ്റ് മേടിച്ച് അത് ഒരു കണക്കുണ്ട്. ആ കണക്കിന് ചാലക്കുടിയിൽ ഒരു കടയുണ്ട് ഞങ്ങൾക്ക്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മസാലയുടെ ഒരു കൂട്ടൊരു സെറ്റുണ്ട്, ബിരിയാണി കടയാണ്. അവിടെ നിന്ന് അത് മേടിച്ച് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് ഇത് പൊടിച്ച് വെക്കും. മക്കൾക്കൊക്കെ കൊണ്ട് കൊടുക്കും. 2 മക്കളാണ് ഉള്ളത്. ഇത് 1.5 സ്പൂണ് ഓൾറെഡി നമ്മൾ മസാല ഇച്ചിരി ഇട്ടതാണ്. 1.5 സ്പൂൺ മസാല ഇട്ടാൽ മതി. ആ മസാലയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ വരണ്ട് വരും. എന്നിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് വരും. അപ്പം ഇപ്പം നമ്മുടെ മസാലയും മസാല പൊടിച്ചതും ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ആ ഉള്ളിയും എല്ലാം കൊണ്ട് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ലേശം വെള്ളം കൂടെ ഉണ്ട്, അതിരുന്ന് വയ്ക്കും. അതിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ ഓൾറെഡി ഈ മസാല പൊടിക്കുമ്പോൾ കുരുമുളകൊക്കെ ചേർത്താണ് പൊടിക്കുന്നത്. എന്നാലും ഇറക്കാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കോട്ടയംകാർക്ക് ഞാൻ ഇച്ചിരി എരിവ് വേണം. ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി തൂങ്ങുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കരിയാപ്പില ഇടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിക്കണം. നല്ല ഈ ബീഫിലെ ഇച്ചിരി എല്ലും കൂടെ ചേർത്ത് വേണം. ഈ അങ്കമാലിക്കാരുടെ ഞങ്ങൾ അങ്കമാലിയിൽ താമസിക്കാണേലും അപ്പം അവിടെ എല്ലോടും കൂടി ബീഫാണ് കിട്ടുന്നത്. ശകല ഒത്തിരി ഒന്നുമില്ല കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കോട്ടയംകാരുടെ ബീഫ് ഉലർത്തിയത് ഉണ്ടാകും. അപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. മോളെ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ അമ്മച്ചി ഉണ്ടാക്കിയത്. സാറിനെ മോനെ അമ്മച്ചി ഇന്നേ ബീഫ് ഫ്രൈ ഉണ്ടാക്കി. മോനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ചൂടാണ്, ചൂട് കഴിക്കും. സൂപ്പർ. എങ്ങനെയുണ്ട് മോളെ? നല്ല ടേസ്റ്റ്. ഞാൻ ഇത്ര നല്ലപോലെ ഉണ്ടാക്കും. ഹായ്. അപ്പം ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബീഫിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ആദ്യം കൂടുതലായിട്ട് വേണ്ടത്. അല്ലാതെ അതിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളിയൊന്നും അല്ല അധികം വേണ്ടത്. വളരെ കുറച്ച് സാധനങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ എന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.